ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു ഓപ്പൺ ഫോറം ഡിബേറ്റ് ആണ് നടക്കാൻ പോകുന്നത്. നമുക്കറിയാം, ലഹരി എത്രത്തോളം നമ്മുടെ സമൂഹത്തെ ഗ്രസിച്ചിരിക്കുന്നു എന്ന് നിരന്തരമായിട്ടുള്ള ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന നവമാധ്യമങ്ങളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെ ഒക്കെ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കാണുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ലഹരി ഓരോരുത്തരെ എത്ര പെട്ടെന്നാണ് കീഴ്പ്പെടുത്തുന്നത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ അതിനെതിരെ ഒരു ആക്ഷൻ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാനായിട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ ഒരു കൈ അനക്കാൻ നമ്മൾ ഇതുവരെ തയ്യാറായിട്ടില്ല. അത് അവന്റെ കാര്യമല്ല, അവളുടെ കാര്യമല്ല, അങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിവിടുകയാണ്, അല്ലേ? അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഒരു വ്യത്യസ്ത പ്രോഗ്രാം എന്നുള്ള നിലയിലാണ് നമ്മുടെ ഈ ഡിബേറ്റ്, ഒരു സംവാദം, ഒരു ഓപ്പൺ ഫോറം, തുറന്ന സംവാദത്തിലേക്ക് നമ്മൾ പോകുന്നത്. ടോപ്പിക്ക് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഈ ലഹരിയുടെ ഉറവിടം നശിപ്പിക്കുക, അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ച് അതിന് അടിമ ആയവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക. ഏതാണ് പകരം എളുപ്പം എന്നുള്ളതല്ല, ഏതാണ് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന മാർഗം എന്നുള്ളതിനെ കുറിച്ചാണല്ലോ നിങ്ങൾ ഇന്ന് സംവാദം നടത്താൻ പോകുന്നത്. അപ്പോൾ സംവാദത്തില് പലപ്പോഴും ഏതെങ്കിലും ഒരു ടീം വിജയിക്കുക, മറ്റു ടീം എന്നതിലുപരി നമ്മൾ നമ്മുടെ ആശയങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയുക, അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന അതിന്റെ ഓപ്പോസിഷൻ ടീം അതിനെ പ്രതിരോധിക്കുക. അപ്പോൾ ശരിക്കും നമ്മൾ ആ വിഷയവുമായി നന്നായിട്ട് പഠിച്ച് നിങ്ങൾ ഏകദേശം എല്ലാവരും ഒരുങ്ങി കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെ? എല്ലാവരും ഒരുങ്ങിയോ ഒരു ഡിബേറ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട്? അപ്പോൾ ഇത് നിങ്ങൾക്കൊരു ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളെക്കാൾ ഉപരി നമ്മൾ നേരിടുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു മീഡിയം കൂടിയാണ് ഈ ഡിബേറ്റ്, ഓപ്പൺ ഫോറം. നമ്മുടെ പഠന വിഭാഗങ്ങളിൽ തന്നെ ഡിബേറ്റ് എന്നുള്ള ഒരു ഭാഗമുണ്ട്. ഡിബേറ്റ് പലപ്പോഴും നമ്മളത് സമയക്കുറവ് പോലെ നടത്താറില്ല. നിങ്ങൾക്കാണ് അതിന്റെ അവസരം കിട്ടിയിരിക്കുന്നത് ഡിബേറ്റ് നടത്താനായിട്ട്. ഇപ്പൊ ക്ലാസ്സിലൊക്കെ നമുക്ക് ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ ഡിബേറ്റ് ഉണ്ട്. അപ്പൊ എന്തായാലും നല്ല രീതിയിൽ നിങ്ങളുടെ ആശയങ്ങൾ പറയുക, കൗണ്ടർ ആർഗ്യൂ ചെയ്യുന്നവർ അതിനനുസരിച്ച് നന്നായിട്ട് പറയുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല വാക്കുകൾ അതിനകത്ത് ഉപയോഗിക്കും. ചിലപ്പോൾ നമുക്ക് ദേഷ്യപ്പെടുത്തുന്ന വാക്കുകളൊക്കെ ആയിരിക്കാം, തെറ്റാണെങ്കിൽ കൂടി അവർ പറയുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, അതിന് ഉപയോഗിക്കുന്ന ഭാഷകള് എങ്ങനെ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യാം, അപ്പം മറുപടി അതിനകത്ത് നമുക്ക് എങ്ങനെ പറയാം, ഹേർട്ട് ചെയ്യാത്ത വിധത്തിൽ എങ്ങനെ പറയാം, അതൊക്കെ നിങ്ങളോട് ഇപ്പൊ ടീച്ചേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ടാവും, അല്ലെ? തുടക്കം എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുമ്പോൾ നിങ്ങൾ ഹാൻഡ് റൈസ് ചെയ്തുകൊണ്ട് എന്റെ ഐഡിയ ഇതാണ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെ ഐഡിയ ആയിട്ടല്ലോ, നമ്മുടെ സ്വന്തം ഐഡിയ ആയിട്ടാണ് നമ്മളത് പറയേണ്ടത്. അപ്പൊ ആ രീതിയിലൊക്കെ നിങ്ങൾ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ നന്നായിട്ട് ചെയ്യുക. എല്ലാവിധ ആശംസകളും. നമസ്കാരം. നാളെയുടെ അമരക്കാരാകില്ല പുതുചിന്തകളുടെയും ഊർജത്തിന്റെയും ഉറവിടങ്ങളായ വിദ്യാർത്ഥികളാണ് ഓരോ വിദ്യാലയത്തിന്റെയും ജീവൻ. എന്നാൽ ഇന്ന് ഈ തലമുറയെ വളരെയധികം കാർന്നു തന്നുകൊണ്ടിരിക്കുന്ന ഒരു ലഹരി വസ്തു എന്ന ഒരു മഹാവിപത്ത് കുടിയേറിയിരിക്കുകയാണ്. എന്നാൽ ഇന്ന് വരും തലമുറയുടെ ഭാവി തന്നെ ഇല്ലാക്കാൻ ലഹരി എന്ന മഹാവിപത്ത് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് നമ്മുടെ വിദ്യാലയ മുറ്റങ്ങളിൽ വരെ വലവീശിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിന്റെ സന്തോഷങ്ങളെയും പ്രതീക്ഷകളെയും കവർന്നെടുക്കുന്ന ഈ അവസ്ഥയ്ക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുക എന്നത് സമൂഹത്തിന്റെ കടമയാണ്. ഈ ഒരു തിരിച്ചറിവോടെ നമ്മുടെ സെന്റ് തോമസ് ഹൈസ്കൂൾ സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായി ലഹരിയുടെ പോരാട്ടം വേരറുക്കലാണോ അതോ മനസ്സ് മാറ്റുകയാണോ ഏറ്റവും പ്രസക്തം എന്ന വിഷയത്തിൽ ഇവിടെ സംവാദം സംഘടിപ്പിക്കുകയാണ്. വ്യത്യസ്ത വീക്ഷണങ്ങളിലൂടെയും തുറന്ന ആശയവിനിമയത്തിലൂടെയും സത്യത്തെ തിരിച്ചറിയുവാനും ലഹരിക്കെതിരെ ബോധവൽക്കരണം സൃഷ്ടിക്കുവാനും ഈ സംവാദം വഴി തുറക്കുമെന്ന് പ്രതീക്ഷിക്കാം. ആരോഗ്യപരമായ വാദപ്രതിവാദങ്ങളിലൂടെ നമ്മെ ചിന്തിപ്പിക്കാൻ കടന്നു വരുന്ന ഇരുപക്ഷത്തെയും മത്സരാർത്ഥികളെ ഒപ്പം ഓഡിയൻസിനെ ഏറെ സ്നേഹത്തോടെ ഈ സംവാദത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ നമ്മൾ രണ്ട് ടീമായിട്ടാണ് നമ്മളുടെ സംവാദം മുന്നോട്ട് നീങ്ങുന്നത്. ടീം എയുടെ വാദം എന്നത് ലഹരിയുടെ പോരാട്ടം വേരറുക്കണോ, അതായത് അതിന്റെ സ്രോതസ്സുകൾ, ഉറവിടങ്ങളെയാണോ നമ്മൾ കൂടുതൽ ലക്ഷ്യമാക്കേണ്ടത് എന്നാണ് അവരുടെ വാദം. എങ്കിൽ ടീം ബിയുടെ വാദം എന്നത് ഇൻഡിവിജ്വൽ ലെവലിലേക്ക്, അതായത് ഓരോ വ്യക്തി
ഞാൻ ജുവൽ. സമൂഹത്തിൽ ലഹരിയുടെ ഉപയോഗം കൂടി വരികയാണ്. ഇതിനെ ഇല്ലാതാക്കാൻ ഏറ്റവും മികച്ച വഴി പ്രൊഡക്ഷൻ ഇല്ലാതാക്കുക എന്നതാണ്. പ്രൊഡക്ഷൻ ഇല്ലാതാകുന്നതിലൂടെ സപ്ലൈ നശിക്കുന്നു. അങ്ങനെ നമ്മുടെ സമൂഹത്തെ ലഹരി എന്ന മഹാഭൂതത്തിൽ നിന്ന് രക്ഷിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമസ്കാരം, ഞാൻ ഹദിയ. ജുവൽ പറഞ്ഞ വാദത്തോട് ഞാൻ എതിർക്കുന്നു. കാരണം ലഹരിയുടെ ലഭ്യത കുറച്ചുകൊണ്ട് മാത്രം ലഹരിയുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായി അവസാനിക്കുന്നില്ല. എന്നാൽ നമ്മുടെ കേരളത്തിൽ നിയമങ്ങൾ എത്ര കർശനമാക്കിയാലും നിയമവിരുദ്ധമായി തന്നെ ലഹരി കടത്തിക്കൊണ്ടുവരുന്നു. കേരളത്തിൽ 520 കിലോമീറ്ററോളം നീളത്തിൽ തീരപ്രദേശമുണ്ട്. അവിടെ നിരവധി ചെറുതും വലുതുമായ തുറമുഖങ്ങളുണ്ട്. കള്ളക്കടത്തുകാർ ബോട്ടുകൾ വഴി MDMA പോലുള്ള ലഹരി വസ്തുക്കൾ ഇങ്ങോട്ട് കടത്തിക്കൊണ്ടുവരുന്നു. ലഹരിയുടെ ലഭ്യത കുറക്കുന്നതിനോടൊപ്പം മനുഷ്യരുടെ മനോഭാവം മാറ്റണമെന്നാണ് എൻ്റെ അഭിപ്രായം. നമസ്കാരം, ഞാൻ ബ്രിക്സ്. ലഹരിയുടെ ഉപയോഗം തടയുന്നതിന് ഏറ്റവും ഫലപ്രദമായ മാർഗമാണ് ഉപഭോക്താക്കൾ സ്വയം അതിൽ നിന്ന് പിന്തിരിയുക എന്നത്. ലഹരി മരുന്ന് വാങ്ങാൻ ആരും തയ്യാറാകുന്നില്ലെങ്കിൽ വിൽക്കുന്നവർക്ക് പിന്നെ കച്ചവടം നടക്കില്ല. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാനമായ നിയമമാണ് ആവശ്യം ഇല്ലെങ്കിൽ വിൽപ്പന നിലയ്ക്കും എന്നത്. അതിനാൽ ജനങ്ങൾ ലഹരിയോട് നോ എന്ന് പറയാൻ പഠിച്ചാൽ ലഹരി മാഫിയകൾക്ക് വിൽക്കാൻ ആളില്ലാതെങ്കിൽ ഈ ശൃംഖല തകരുകയും ചെയ്യും. അതിനാൽ വ്യക്തികളുടെ ചിന്താഗതിയിൽ മാറ്റം വരുത്തുകയാണ് ഏറ്റവും ഫലപ്രദമായ മാർഗം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ വാദത്തോട് ടീം എക്ക് എന്താണ് പറയാനുള്ളത്? നമസ്കാരം, ഞാൻ വിഭാഗം. ഗ്രേസ് പറഞ്ഞ ഈ വാദത്തിൽ വലിയ പോരായ്മയുണ്ട്. ലഹരിക്ക് അടിമപ്പെടുന്നവർ എല്ലാവരും സ്വയം ഇഷ്ടപ്രകാരം അതിന് അടിമപ്പെടുന്നവരല്ല, മറിച്ച് മരുന്നിന്റെ അടിമകളാണ്. ലഹരിയോടുള്ള ആസക്തി ഒരു രോഗമാണ്. അത് മനോഭാവത്തിന്റെ പ്രശ്നമല്ല. അതിനാൽ വാങ്ങരുത് എന്ന് ഉപദേശിച്ചാൽ മാത്രം അതിൽ നിന്ന് ആരും പിന്മാറുകയുമില്ല. കൂടാതെ മാഫിയകൾ പലപ്പോഴും തന്ത്രപരമായ വഴികളിലൂടെ അഥവാ സൗജന്യമായി ലഹരി നൽകിയോ കൂട്ടുകാരുടെ നിർബന്ധം വഴിയോ ഒരുപാട് പേർ ലഹരിക്ക് അടിമപ്പെടുന്നു. ലഹരി വിതരണക്കാർ ശക്തമായി പ്രവർത്തിക്കുമ്പോൾ ഉപഭോക്താക്കൾക്ക് അതിൽ നിന്ന് തനിയെ പിന്മാറാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ലഹരി ശൃംഖലയെ മുഴുവനായി തകർക്കാതെ ഉപഭോക്താക്കളെ മാത്രം തിരുത്തുന്നത് ഈ വലിയ വിപത്തിനെ തിരുത്താനുള്ള നല്ല മാർഗമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാണ് എൻ്റെ അഭിപ്രായം. ഉപഭോക്താക്കളുടെ മനോഭാവം തിരുത്തണമെന്ന ആശയമാണ് ടീം ബി മുന്നോട്ട് വെച്ചത്. എന്നാൽ അതിനോട് ടീം എ പറഞ്ഞത് വളരെ പ്രസക്തമായ ഒരു പോയിന്റ് തന്നെയാണ്. കാരണം ഉപഭോക്താക്കളുടെ മനോഭാവം മാറ്റിയാലും പിന്നീടും മാഫിയകളുടെയും അതുപോലെ തന്നെ ലഹരി ശൃംഖലയുടെ ആധിപത്യം കാരണം അവരുടെ തന്ത്രങ്ങളിൽ വീണു പോകാൻ ആർക്ക് സാധ്യതയുണ്ട്? നമ്മുടെ വ്യക്തികൾക്ക് സാധ്യതയുണ്ട്. അപ്പൊ രണ്ടും ഒരേപോലെ മുന്നോട്ട് പോയാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഈ ലഹരിയെ മൊത്തത്തിൽ അങ്ങ് തുടച്ചു നീക്കാൻ പറ്റുക. ഇതിനെതിരെ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ടീം എ. നിയമ നടപടികൾ ഒന്നുകൂടി ശക്തമായി കഴിഞ്ഞാൽ ലഹരി മാഫി ഈസിയായി പിടിക്കണമെന്നാണ് എൻ്റെ വാദം. ശക്തമായ നിയമവും ശിക്ഷയുള്ളതുകൊണ്ട് ലഹരിയിലേക്ക് ഇറങ്ങാൻ എല്ലാവർക്കും ഒരു ഭയമാണ്. അതുകൊണ്ട് സ്വാഭാവികമായി കുറ്റകൃത്യങ്ങൾ കുറയുകയും ചെയ്യും. പിന്നെ ലഹരി ഉപയോഗിക്കുന്നവരും അത് വാങ്ങുന്നവരും അത് ഉത്പാദിക്കുന്നവരും വധശിക്ഷ അല്ലെങ്കിൽ ജീവപര്യന്തം കൊടുക്കുകയാണെങ്കിൽ അത് പുതിയതായിട്ട് ലഹരിയിലേക്ക് ഇറങ്ങുന്നവരെ നമുക്ക് അതിൽ നിന്ന് തടയാം. പിന്നെ നിയമത്തിന്റെ സപ്പോർട്ട് കിട്ടില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പ്രതികൾക്ക് പുറത്തു കടക്കാനുള്ള വഴികൾ അറിയാം. ടീം എ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്, അല്ലേ? അതായത് നിയമങ്ങൾ എത്രത്തോളം കർശനമാക്കുന്നു അത്രത്തോളം നമുക്കത് ലഹരിക്കെതിരെ ഉപയോഗപ്രദമാകും എന്നാണ് ടീം എയിൽ നിന്ന് വന്നത്. ടീം ബിക്ക് എന്താണ് പറയാനുള്ളത്? പിടിക്കപ്പെടുന്നതിൽ ഭൂരിഭാഗം പേരും ചെറുകിടയന്മാരും വിതരണക്കാരുമാണ്. അവർക്ക് യഥാർത്ഥ മാഫിയ ടീമുകളെ കുറിച്ച് അറിയില്ല. അടുത്ത ശിക്ഷ ലഭിക്കുമെന്ന് അറിഞ്ഞിട്ടും ഈ ബിസിനസ്സിലെ ലാഭം കാരണം പുതിയവർ ഇതിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. 2026 ഓപ്പറേഷൻ തൂഫാൻ 4000-ലധികം പേരെ പിടികൂടിയിട്ടും ലഹരി മരുന്ന് വെച്ചുള്ള എണ്ണം കുറഞ്ഞില്ല എന്ന് തെളിയില്ല. അതെ, ഓപ്പറേഷൻ തൂഫാൻ ഇപ്പോഴും നമ്മുടെ വളരെ എക്സിസ്റ്റിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഓപ്പറേഷൻ ആണ്, അല്ലേ? ഓപ്പറേഷൻ തൂഫാൻ. ഓപ്പറേഷൻ തൂഫാൻ പോലും മുന്നോട്ട് വന്നിട്ടും കർശനമായ നിയമങ്ങൾ ഉണ്ടായിട്ടും വീണ്ടും ലഹരിക്കെതിരെയുള്ള ലഹരി ഉപയോഗങ്ങൾ വർദ്ധിക്കുകയാണ് എന്നാണ് ടീം ബി പറയുന്നത്. നമുക്കിനി അടുത്ത വാർത്തയിലേക്ക് കിടക്കാം. മാനസികാരോഗ്യം ശ്രദ്ധിക്കുക, കൗൺസിലിംഗ് വഴി മാനസിക പിന്തുണയും നൽകുക എന്നതാണ് ലഹരിയെ തടയാനുള്ള മറ്റൊരു പ്രായോഗിക മാർഗം എന്നാണ് എൻ്റെ അഭിപ്രായം. ലഹരി ഉപയോഗിക്കുന്ന പലരും വിഷാദം, ഉത്കണ്ഠ, ട്രോമ അല്ലെങ്കിൽ ഏകാന്തത എന്നിവ അനുഭവിക്കുന്നവരാണ്. അവർ ലഹരി ഒരു വേദനാ സംഹാരിയായിട്ടാണ് കാണുന്നത്. അവർക്ക് ശരിയായ കൗൺസിലിംഗ് മറ്റ് മാനസിക പിന്തുണയും നൽകുകയാണെങ്കിൽ ആരോഗ്യപ്രദമായ മാർഗങ്ങൾ കൊണ്ട് കഴിയും. അത് ലഹരിയോടുള്ള അഡിക്ഷൻ കുറയ്ക്കാൻ സഹായിക്കും. വ്യക്തികളിൽ എന്ത് നൽകുക? കൗൺസിലിംഗ് നൽകുക എന്ന വാദമാണ് ടീം കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ്? എൻ്റെ പേര് എറണാകുളം. ഞാൻ TV-യുടെ വാദത്തോടെ എതിർക്കുകയാണ്. കാരണം നമ്മുടെ നാട്ടിൽ മാനസികാരോഗ്യ വിദഗ്ധരുടെ എണ്ണം വളരെ
പിന്നീട് അടുത്ത വാർത്ത ടീം എയിൽ നിന്ന് പറയാം. നമസ്കാരം, എൻ്റെ പേര് മരിയ വിജേഷ്. ലഹരി മാഫിയകളുടെ സാമ്പത്തിക സ്രോതസ് തകർക്കുക എന്നതാണ് ലഹരിയെ തകർക്കാനുള്ള മറ്റൊരു പ്രായോഗികമായ മാർഗം എന്നാണ് എൻ്റെ അഭിപ്രായം. ലഹരി മാഫിയകൾ പ്രവർത്തിക്കുന്നത് ലാഭത്തിന് വേണ്ടിയാണ്. അവരുടെ പണമിടപാടുകൾ, സ്വത്തുക്കൾ, ബാങ്ക് അക്കൗണ്ടുകൾ അവ കണ്ടെടുക്കുകയും അവ മരവിപ്പിക്കുകയും ചെയ്താൽ അവർക്ക് ബിസിനസ് നടത്താനുള്ള മൂലധനം നഷ്ടപ്പെടും. ലാഭകരമല്ലാത്ത ഒരു ബിസിനസ്സും ആരും നടത്തുകയില്ല എന്നതാണ് ഇവിടുത്തെ യുക്തി. നമസ്കാരം, ഞാൻ ലക്ഷ്മി. മരിയയുടെ വാക്കുകളോട് ഞാൻ എതിർപ്പാണ് സംസാരിക്കുന്നത്. കേരളത്തിലെ ലഹരി മാഫിയകൾ അവരുടെ പണം കേരളത്തിന് പുറത്തുള്ള ടാക്സ് ഹെവൻ രാജ്യങ്ങളിൽ സൂക്ഷിക്കുന്നു. കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ്, ജ്വല്ലറി, വ്യാജ കമ്പനികൾ എന്നിവ വഴി പണം വെളുപ്പിക്കുന്നു. ഇത്തരം രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കണ്ടെത്താൻ ഇന്റലിജൻസിന്റെ സാമ്പത്തിക വിഭാഗത്തിന് സമയം എടുക്കും. അതുവരെ അവരുടെ പ്രവർത്തനങ്ങൾ തുടരും. വളരെ വാലിഡ് ആയിട്ടുള്ള അടുത്തൊരു പോയിന്റ് ആയിരുന്നു. ലഹരി ഇത്രത്തോളം വളരാൻ അതിന് പിന്നിലുള്ള കാരണം എന്താണ്? അവർക്ക് കിട്ടുന്ന അത്രത്തോളം സപ്പോർട്ട്, അതായത് സാമ്പത്തിക സ്രോതസ്സുകളുടെ എണ്ണം വർദ്ധിക്കുക, അല്ലെങ്കിൽ അതൊരു ശക്തി കേന്ദ്രമായി തന്നെ മാറുക എന്നതാണ്. ഈ സാമ്പത്തിക സ്രോതസ്സുകൾക്ക് എന്തെങ്കിലും ഒരു ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുവരിക എന്നത് വളരെ നല്ലൊരു തീരുമാനമായിരുന്നു. പക്ഷേ അതിന് ഉള്ള പോസിബിലിറ്റീസ് അതെങ്ങനെ നമുക്ക് എഫക്റ്റീവായി മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ഒരു ചോദ്യം ചിഹ്നം തന്നെയാണ് അല്ലേ. അടുത്ത വാദത്തിലേക്ക് ഇറക്കാം. ഞാൻ അഭിഷിക്ത. കുട്ടിക്കാലം മുതലേ ലഹരിക്കെതിരെ അവബോധം നൽകുക എന്നതാണ് ലഹരിയെ തടയാനുള്ള ഏറ്റവും നല്ല മാർഗമെന്നാണ് എൻ്റെ അഭിപ്രായം. പ്രതിരോധമാണ് ഏറ്റവും മികച്ച ചികിത്സ. കുട്ടികളെയും കൗമാരക്കാരെയും ലഹരിയുടെ ദൂഷ്യവശങ്ങൾ, ശാരീരികവും മാനസികവും സാമൂഹ്യമായ പ്രത്യാഘാതങ്ങൾ, നിയമപരമായ നടപടികൾ എന്നിവ പഠിപ്പിച്ചാൽ അവർ ലഹരി പരീക്ഷിക്കാൻ തയ്യാറാകില്ല. സ്കൂൾ പാഠ്യപദ്ധതിയിൽ ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തുന്നത് വഴി ഭാവി തലമുറയെ നമുക്ക് ലഹരി മുക്തമാക്കാം. ഞാൻ അഭിഷിക്ത പറഞ്ഞ ഭാഗത്തോട് എതിർക്കുന്നു. കാരണം നിലവിൽ കേരളത്തിലെ സ്കൂളുകളിൽ ഒരുപാട് ലഹരിവിരുദ്ധ പദ്ധതികളുണ്ട്. എന്നാൽ പല കുട്ടികളും സാമൂഹിക മാധ്യമങ്ങളിലൂടെ ലഹരിയെ ഗ്ലാമറൈസ് ചെയ്യപ്പെടുന്നതായി നാം കാണുന്നു. അധ്യാപകർക്കും മാതാപിതാക്കൾക്കും അവബോധമില്ലെങ്കിൽ കുട്ടികൾക്ക് വീടുകളിൽ വെച്ച് തന്നെ ലഹരി ഉപയോഗിക്കാനുള്ള വഴി നമ്മൾ തന്നെ തുറന്നു കൊടുക്കുകയാണ്. അതിനാൽ ബോധവൽക്കരണം മാത്രം പോരാ, അവ പ്രായോഗികമാക്കാൻ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും വലിയ പിന്തുണയും നമുക്ക് ആവശ്യമാണ്. ബോധവൽക്കരണം സൃഷ്ടിക്കുക എന്നത് എപ്പോഴും എല്ലാ കാലത്തും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അതിൻ്റെ പ്രതിരോധം സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായാണ് നമ്മൾ ഈ സ്കൂൾ കാലഘട്ടങ്ങളിലും കോളേജ് ലെവലിലും ഒക്കെ ലഹരി വിരുദ്ധ ക്ലബ്ബുകളും അതിനോടനുബന്ധിച്ചുള്ള പരിപാടികളും നടത്തുന്നത്. അപ്പം അതെല്ലാം ഈ ബോധവൽക്കരണത്തിൻ്റെ ഭാഗം തന്നെയാണ്, നമ്മുടെ അഭിഷിക്ത പറഞ്ഞ പോലെ. അപ്പം അതിന് ഓപ്പോസിറ്റ് പറഞ്ഞ ആൾ പറഞ്ഞ ഒരു കാര്യം അതും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഫാമിലിയിൽ നിന്നും നല്ല സപ്പോർട്ടും നമുക്ക് ആവശ്യമാണ്. അപ്പം നമുക്കിനി ഇതിൻ്റെ വരും പോയിന്റുകളും കൂടെ കൺസിഡർ ചെയ്യാവുന്നതാണ്. അടുത്ത വാദത്തിലേക്ക് കിടക്കാം. നമസ്കാരം, ഞാൻ കീർത്തന. ലഹരിയെ പൂർണ്ണമായി നശിപ്പിക്കാൻ അന്താരാഷ്ട്ര ഏജൻസികളും രാജ്യങ്ങൾ തമ്മിലുള്ള നിയമസഹായങ്ങൾ നമുക്ക് ആവശ്യമാണ്. ലഹരി മരുന്ന് ഉൽപ്പാദനം ഒരു ആഗോള പ്രശ്നമാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഹെറോയിൻ, നെതർലാൻഡിൽ നിന്നുള്ള MDMA, മ്യാൻമറിൽ നിന്നുള്ള കഞ്ചാവാകട്ടെ ഇത് നമ്മുടെ ഇന്ത്യയിൽ എത്തുന്നത് അന്താരാഷ്ട്ര കള്ളക്കടത്ത് ശൃംഖലകൾ വഴിയാണ്. അതുകൊണ്ട് തന്നെ ഇന്റർപോൾ, UNODC പോലുള്ള ഏജൻസികൾ സഹകരിച്ച് അതിർത്തി നിരീക്ഷണം ശക്തമാക്കുകയും രാജ്യങ്ങൾ തമ്മിൽ സഹകരിച്ച് നിയമ നടപടികൾ വേഗത്തിലാക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് വൻകിട കള്ളക്കടത്തുകാരെ പിടികൂടാൻ സാധിക്കുകയുള്ളൂ. ഞാൻ കീർത്തന പറഞ്ഞ പ്രമേയത്തോടെ വിയോജിക്കുന്നു. കാരണം അന്താരാഷ്ട്ര ഏകോപനം എന്നത് ഒരു നല്ല പ്രക്രിയയാണെങ്കിലും നമ്മുടെ കേരളത്തിലേക്ക് വന്നു കഴിയുമ്പോൾ കേരള പോലീസിന് മറ്റ് അന്തർദേശീയ ദേശീയ ഏജൻസികളുമായി ബന്ധപ്പെടാനുള്ള അധികാരം പരിമിതമാണ്. കൂടാതെ ഇത് രാഷ്ട്രീയ ഇടപെടലുകൾ കാരണം കാലതാമസത്താലും വൈകുന്നു. കേന്ദ്ര ഏജൻസികൾ വഴി മാത്രമേ അന്താരാഷ്ട്ര ഏജൻസികളിലേക്ക് നമുക്ക് ബന്ധപ്പെടാൻ കഴിയുകയുള്ളൂ. അന്താരാഷ്ട്ര ഏകോപനം നല്ലതാണെങ്കിലും നമ്മുടെ കേരളത്തിലെ പ്രവർത്തനങ്ങൾ അഥവാ കേരളത്തിലെ പോരാട്ടങ്ങൾക്ക് അത് വളരെ ഗുണമായി എനിക്ക് തോന്നുന്നില്ല. അന്താരാഷ്ട്ര സ്രോതസ്സുകൾ ഇല്ലാതാക്കുക എന്ന് ടീം എ മുന്നോട്ട് വെച്ചപ്പോൾ അത് എങ്ങനെയെല്ലാം ചെയ്യണം എന്നുള്ളൊരു കാര്യം വ്യക്തമാക്കിയില്ലായിരുന്നു. അപ്പോൾ അത് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് എങ്ങനെ അതിൻ്റെ മെഷേഴ്സും കൂടെ നമ്മൾ മുന്നോട്ട് വെക്കേണ്ടതുണ്ട്. ടീം ബിയുടെ അടുത്ത വാർത്തയിലേക്ക് നമുക്ക് വരാം. ടീം ബി വിദ്യാർത്ഥികളെ ലഹരിയിൽ നിന്ന് അകറ്റാൻ കായിക വിനോദങ്ങളും മറ്റും നമ്മെ സഹായിക്കും. യോഗ, ഡാൻസ്, ഫുട്ബോൾ, ക്രിക്കറ്റ് തുടങ്ങിയ കായിക വിനോദങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ശരീരത്തിൽ സന്തോഷം നൽകുന്ന എൻഡോർഫിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നവ ഇതുവഴി ലഹരി നൽകുന്ന കൃത്രിമ സന്തോഷത്തിന് പകരം സ്വാഭാവിക സന്തോഷം നമ്മുടെ ശരീരത്തിൽ ഉളവാക്കുന്നു. ഇത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും സമൂഹത്തിൽ നമ്മുടെ ബന്ധം ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്നു. സ്പോർട്സ് എന്ന മറുപടിയാണ് ഇന്ത്യ. അതിലൂടെ ഉണ്ടാകുന്ന പരിക്ക്, തോൽവി എന്നിവ വ്യക്തികളെ കഷ്ടതയിലേക്ക് നയിക്കുന്നു.
അതവരെ മറ്റൊരവസ്ഥയെ പ്രാപിക്കാനും ലഹരി പോലുള്ളവരെ അവരെ ഉപയോഗിക്കാനും അവരെ പ്രേരിതരാകുന്നു. ഇത് നമ്മുടെ സമൂഹത്തിനെ ലഹരിയിലേക്ക് നയിക്കുന്ന മറ്റൊരു വിപത്തായി മാറും. സ്പോർട്സ് എന്നത് ഒരു നല്ലൊരു പ്രതിമാർഗം തന്നെയാണ് അല്ലെ, മാർഗം തന്നെയാണ്. നമ്മുടെ ലഹരിയിൽ നിന്ന് അകന്നു നിൽക്കാൻ നമുക്ക് പ്രയോഗിക്കാവുന്ന ഒരു നല്ല മാർഗം തന്നെയാണ് കായിക അഭ്യാസങ്ങളിൽ, കായിക വിനോദങ്ങളിൽ ഏർപ്പെടുക എന്നത്. എന്നാൽ അതുപോലെ ചെറിയ പരിക്കുകളൊക്കെ ഉണ്ടാവും. എന്നാലും വ്യക്തികൾ എന്ന നിലയിൽ അത് സഹിക്കാൻ തയ്യാറായാൽ കായിക വിനോദങ്ങളിൽ ഏർപ്പെടുക എന്നത് ഈ ഒരു മൈൻഡിൽ നിന്നും അവരെ ഡിസ്ട്രാക്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു മാർഗം തന്നെയായിട്ടാണ് കാണുന്നത്. നമുക്ക് ഇതിന്റെ കൺക്ലൂഷൻ സെക്ഷനിലെത്തുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഇത് മുന്നോട്ട് പോകും. അടുത്തത് ലഹരി ഉപയോഗം സമൂഹത്തിലെ സുരക്ഷയെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ലഹരി മൂലം കവർച്ച, വീട്ടിലെ അതിക്രമങ്ങൾ, വാഹന അപകടങ്ങൾ, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നു. ലഹരി ഉപയോഗം തടയുന്നതിന് വേണ്ടി നാം ഒരുമിച്ച് പ്രവർത്തിക്കണം. ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുകയും യുവാക്കളെ ലഹരിയിൽ നിന്ന് അകറ്റുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരത്തിലുള്ള കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിൽ യാഥാർത്ഥ്യ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയും. കേരളത്തിൽ ലഹരി പ്രശ്നം വർദ്ധിക്കാനുള്ള പ്രധാന കാരണം എന്നത് ലഹരി വസ്തുക്കളുടെ എളുപ്പത്തിലുള്ള ലഭ്യതയാണ്. ഡാർക്ക് വെബുകളും ക്രിപ്റ്റോ കറൻസി പോലുള്ള സാങ്കേതിക മാർഗങ്ങൾ ഉപയോഗിച്ച് ലഹരി മാഫിയകൾ നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അതിനാൽ ലഹരിയുടെ പ്രധാനം ശക്തമായി നിയന്ത്രിക്കുകയും കുട്ടികളെയും യുവാക്കളെയും ലഹരിയിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യണം. ലഹരി വസ്തുക്കളുടെ പ്രധാനം ഫലപ്രദമായി തടയാൻ സാധിച്ചാൽ സമൂഹത്തിൽ സമാധാനവും സുരക്ഷയും കൂടുതൽ ഉറപ്പുവരുത്താൻ സാധിക്കും. കൂടാതെ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും സ്നേഹവും കരുതലും നൽകുക എന്നതാണ് ലഹരിയെ തടയാനുള്ള മറ്റൊരു പ്രായോഗിക മാർഗം. പലപ്പോഴും ലഹരി ഉപയോഗിക്കുന്നവരെ സമൂഹം ഒറ്റപ്പെടുത്തുകയും തള്ളിപ്പറയുകയും ചെയ്യുന്നു. അത് അവരുടെ താഴ്ചയിലേക്കാണ് നയിക്കുന്നത്. മറിച്ച് അവരുടെ കുടുംബങ്ങളും സുഹൃത്തുക്കളും സമൂഹവും തിരിച്ചു സ്വീകരിക്കുകയാണെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപേക്ഷിക്കാനുള്ള മനഃശക്തി അവർക്ക് നൽകും. ഇത് അവരുടെ പുതിയൊരു ജീവിതത്തിലേക്കുള്ള കാൽവെപ്പാക്കി മാറ്റാം. കൂട്ടായ പരിശ്രമത്തിലൂടെ നമുക്ക് ലഹരിയെ നിർമ്മാർജ്ജനം ചെയ്യാമെന്ന പോയിന്റിലാണ് ഇപ്പോൾ നമ്മൾ എത്തിനിന്നിരിക്കുന്നത്. അതായത് വ്യക്തികളിൽ തുടങ്ങി അത് കുടുംബങ്ങളിലെത്തി സമൂഹത്തിലേക്ക് വ്യാപരിക്കുക എന്നൊരു ആശയമാണല്ലേ ഈ ഭാഗത്തിൽ നമുക്ക് കണ്ടത്. അടുത്ത ഭാഗത്തിലേക്ക് കിടക്കാം. അല്ല, അതൊരു വ്യക്തി പിന്നെ പടകുഴിത്താടുന്നതിന് തുല്യമല്ലേ. ഒരു വ്യക്തി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നെങ്കിലും അവന്റെ കുടുംബവും സമൂഹവും അംഗീകരിക്കുമ്പോൾ മറ്റുള്ളവരും അതിലേക്ക് ആകർഷിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ മറ്റുള്ളവരും ലഹരിയിലേക്ക് ചെല്ലുകയും ഒരു സമൂഹം മുഴുവൻ അതിന് കീഴ്പ്പെടുകയും ചെയ്യും. ഇന്നത്തെ ഈ സംവാദത്തിൽ വളരെ ശക്തമായ വാദപ്രതിവാദങ്ങളാണ് രണ്ട് ടീമുകളും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒരു ഭാഗത്ത് വേരറക്കുക എന്നതുകൊണ്ട് ലഹരിയുടെ വാതിലുകൾ, ലഹരി ലഭ്യമാകുന്ന വാതിലുകൾ അടയ്ക്കുക എന്നത് അനിവാര്യമാണെന്ന് പറയുമ്പോൾ, മറുഭാഗത്ത് ലഹരി വേണ്ടെന്ന് വെക്കുന്ന മനസ്സുണ്ടാക്കിയെടുക്കുക എന്നതാണ് പ്രാധാന്യം അർഹിക്കുന്നത് എന്നതാണ് മുന്നോട്ട് വെക്കുന്നത്. വേരറക്കുന്നത് വഴിയടക്കലാണെങ്കിൽ മനസ്സ് മാറ്റുക എന്നത് അതിൽ വീഴാതിരിക്കാനുള്ള ശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുവരിക എന്നതാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ലഹരിക്കെതിരെയുള്ള ഈ പോരാട്ടം വിജയിക്കണമെങ്കിൽ ലഹരിയുടെ ഉറവിടങ്ങൾ നിയമങ്ങൾ കൊണ്ട് അറുത്തു മാറ്റുകയും വ്യക്തിതലങ്ങളിൽ ബോധവൽക്കരണങ്ങൾ ശക്തമാക്കേണ്ടതുണ്ട്. ഇത് രണ്ടും ഒത്തുചേരുമ്പോൾ മാത്രമാണ് ഒരു നല്ല നാളെ സൃഷ്ടിക്കുക എന്ന നമ്മുടെ സ്വപ്നം പ്രാവർത്തികമാവുകയുള്ളൂ. ഇതിനായി നല്ല വ്യക്തികളെ സൃഷ്ടിക്കുക എന്നതാണ് ഏറ്റവും സുതാര്യമായ കാര്യമെന്ന്. ഇത് നമ്മൾ ആരംഭിക്കേണ്ടത് നമ്മുടെ വിദ്യാർത്ഥികളിൽ നിന്നാണ്. വിദ്യാർത്ഥികളിൽ നിന്നും കുടുംബത്തിലേക്കും, കുടുംബത്തിൽ നിന്ന് സമൂഹത്തിലേക്കും, അങ്ങനെ ഈ രാജ്യത്തിൽ നിന്ന് തന്നെ ലഹരി എന്ന ഈ മഹാവിപത്തിനെ തുടച്ചു നീക്കുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ ഈ സംവാദത്തിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികളെയും വളരെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ആശയങ്ങളും നിങ്ങളുടെ പ്രതിവാദങ്ങളും എല്ലാം വളരെ അച്ചടക്കത്തോടെയും ഒരുക്കത്തോടെയും മുന്നോട്ട് വെക്കുകയുണ്ടായി. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ വളരെ ഹൃദ്യമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഒപ്പം സെന്റ് തോമസ് ഹൈസ്കൂളിനും മാനന്തവാടി രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിക്കും നന്ദി അറിയിക്കുന്നു. നല്ലൊരു നാളെ പടുത്തുയർത്താൻ ലഹരിക്കെതിരെയുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ കൂടുതൽ പ്രയോജനകരമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.